വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആദ്യം ഏറെ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കുറേ മാറ്റമുണ്ടല്ലേ? വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഒരു വർഷം കൊണ്ടൊക്കെ ശരിയാവുന്ന രീതിയിലാണ്. അതെ, അപ്പോൾ അടുത്ത വട്ടം വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമത് മെനക്കെട്ട് വരുന്നത്. കോഴിക്കോടല്ലേ? കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ അടുത്ത വട്ടം എന്തായാലും നിറയെ മുടിയായിട്ട് സാരംഗ നമുക്ക് കാണണ്ടേ? നിറയെ മുടിയായിട്ട് അടുത്ത വട്ടം വരുമ്പോൾ ഞങ്ങൾ സാരംഗിനെ കാണും. സ്കാൽപ്പ് അനാലിസിസ് ആണിത്. എത്രത്തോളം ഹെയർ റൂട്ട്സ് ഒക്കെ കുറെ വേക്കൻ്റ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അവർക്ക് വന്ന് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവിടെയൊക്കെ റൂട്ടൊക്കെ ആക്റ്റീവാണ്. മുടിക്ക് വേണ്ടി മാത്രമായൊരിടം. മുടി സംബന്ധമായ ഏത് പ്രശ്നത്തിനും നിങ്ങൾ ഒരിക്കലും കിളിക്കില്ല എന്ന് പറഞ്ഞ മുടി വരെ കിളിപ്പിച്ചെടുത്ത പ്യുവർ ആയുർവേദിക് ആയിട്ടുള്ള ഒരു ആശുപത്രിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇവിടെ ഒരു സുഹൈലാണ് നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലാണ്. മുടി ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് മുടി. മുടിക്ക് വേണ്ടിയുള്ള മുടി സംബന്ധമായ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്ന പ്യുവർ ആയിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വളരെ വ്യത്യസ്തമായ ഹോസ്പിറ്റലാണ്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ബലമുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ റിവ്യൂ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടും. നമുക്ക് ബാക്കിയുള്ള വിശേഷം കാണാം. ഡോക്ടറിൻ്റെ അകത്ത് ബാ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം ഈ മുടിയുടെ അല്ലേ? മുടിയുടെ വിജയമാസ പ്രശ്നം കൊണ്ടല്ലേ ആദ്യം ഇത് പരീക്ഷ? അതെ, എൻ്റെ പ്രശ്നം പറയാമോ അനുഭവം? ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്നു. 2006 മുതൽ പല ടെൻഷൻ കാരണം എൻ്റെ മുടി നന്നായിട്ട് പോയി. 2013 ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് കഷണ്ടിയായി. റിട്ടയർ ആയതിനു ശേഷം എൻ്റെ അമ്മാവൻ്റെ പാരമ്പര്യ ഗ്രന്ഥങ്ങൾ നോക്കി ഒരു എണ്ണ അതിൽ കണ്ടുപിടിക്കുകയും അതുപയോഗിച്ച് എൻ്റെ മുടിയിൽ പ്രയോഗിച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. 2-3 മാസം കൊണ്ട് തന്നെ കഷണ്ടിയിൽ നിന്ന് മുടി മുളക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് എൻ്റെ മുടി. എത്ര വയസ്സിൽ നമ്മൾ ഉപയോഗിച്ച് എണ്ണ നമ്മൾ തന്നെ മേക്ക് ചെയ്തെടുത്ത എണ്ണ? ഇതൊരു 56 വയസ്സ്. 56 വയസ്സുള്ള ആൾ. അപ്പം 56 വയസ്സിൽ വിജയ മാസ്റ്റർ ഉപയോഗിച്ചിട്ട് ഈ റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ അതിനെക്കാട്ടി ചെറിയ പ്രായത്തിൽ ഇതിലപ്പുറത്തെ റിസൾട്ട് നല്ല റിസൾട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡോക്ടർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു ഡോക്ടർ, സ്ത്രീകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ല. മുടി പൊഴിച്ചിലും സ്ട്രെസ്സും ഒക്കെ കൊണ്ടും സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് ബേസ് ചെയ്ത് എന്താ പറയാനുള്ളത് മുടി പൊഴിച്ചിലിന്റെ കാരണം? സ്ത്രീകളിലും മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പം ഇവിടെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തൈറോയിഡും വൈറ്റമിൻ ഡി പ്രോബ്ലംസും പിന്നെ ആഫ്റ്റർ ഡെലിവറി അങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. എല്ലാവർക്കും ഇത് സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല. പൊതുവെ വീട്ടുകാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അയൺ ഡെഫിഷ്യൻസി അതുപോലെയൊക്കെ ഉണ്ടാവുന്ന എല്ലാ റീസൺസ് കൊണ്ടും ഡാൻഡ്രഫ് ഇഷ്യൂസ് ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാ കേസിലും വരുന്നത്. അപ്പം റിട്ടയർഡ് ആയ സമയത്ത് വിജയമാഷ് ഉപയോഗിച്ചാണ് മുടിയുടെ ഉൾഭാഗം കണ്ട നിങ്ങൾ നോക്കിയേ. ഇത്രയ്ക്കും മുടിക്ക് ഉള്ളുണ്ട്, നല്ല കറുപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ മുടി തരാൻ. നല്ല മുടി. അപ്പം മാസ്റ്റർ ഇപ്പം ഏജ് കൂടിയാലും ഇത് ഒരു പ്രശ്നമില്ല, ഉപയോഗിക്കുന്നുണ്ട്. ഏജ് കൂടിയോണ്ടൊന്നും പ്രശ്നമില്ല. അപ്പൊ ഏത് പ്രായത്തിലും ഏത് പ്രായത്തിലും മുടി വരാനുള്ള സാഹചര്യം. നമസ്കാരം. ഇപ്പൊ കുറെ പേരുണ്ട് അവിടെ. ഇരിക്കാല്ലോ. എന്താ പേരെന്താ? അർജുൻ. മുടിയുടെ പ്രശ്നമായിട്ട് വന്നാ ഇപ്പൊ കുറെ നാളായോ? കുറച്ച് നാളായി പൊഴിയുന്നു. കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു, വലിയ ബെറ്റർ ഓപ്ഷൻ ഒന്നും കിട്ടിയില്ല, ബെറ്റർ ഒന്നായില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് സന്തോഷന്റെ വീഡിയോ സ്കാൽപ്പ് അനാലിസിസ് ആണിത്. എത്രത്തോളം ഹെയർ റൂട്ട്സ് ഒക്കെ കുറെ വേക്കൻ്റ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അവർക്ക് വന്ന് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവിടെയൊക്കെ റൂട്ടൊക്കെ ആക്റ്റീവാണ്. ഇതിന്റെ കണ്ടീഷനിൽ നമുക്ക് അറിയാൻ പറ്റൂലേ? അതെ, അറിയാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് നമുക്ക്? ഇവർക്ക് പ്രീവിയസ്ലി നന്നായിട്ട് മുടി കൊഴിച്ചിൽ തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരിക്കാം. ഞാൻ ഒരു കാര്യത്തിലൂടെ മുടി കൊഴിച്ച് തുടങ്ങുന്ന സമയത്തേക്ക് ഇവിടെ വന്നിരുന്നെങ്കിൽ ഇത്ര ഒരു ബുദ്ധിമുട്ട് ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് നന്നായിട്ട് സേവ് ചെയ്തെടുക്കായിരുന്നു. ഈ ഒരു ഫ്രണ്ടൽ ഏരിയയിൽ വരുന്നത്, ഈ ഫ്രണ്ടിലെത്തത് ഇത് ഇവിടെ ഒരു ചെറിയൊരു ഡീജനറേഷൻ സംഭവിച്ചു. നമുക്ക് അവിടെ നമുക്ക് ശരിയാക്കിക്കൊണ്ടുവരാൻ കുറച്ച് ഇത്തിരി പ്രയാസമാണ്. അപ്പം അതിന്റെ ഹെയർ ലൈനിന്റെ പിറകു ഭാഗത്ത് തൊട്ടിട്ടാണ്. അപ്പം നമുക്ക് ശരിക്കുണ്ടാവും ഡാൻഡ്രഫിൻ്റെത് ചെറിയ രീതിയിൽ കാണുന്നുണ്ട് ഇവിടെ ഫ്രണ്ടില്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇതെല്ലാം ഇവിടുന്ന് റിസൾട്ട് വന്നവരുടെ പിക്ചേഴ്സ് അല്ലേ? വളരെ കുറച്ച് ആൾക്കാരാണ്. എല്ലാവരും ഫോട്ടോ തരണമെന്നില്ലല്ലോ. 1000 ആൾക്ക് റിസൾട്ട് വരുമ്പോ 4-5 ആൾക്കാരാണ് ഇതേപോലെ ഫോട്ടോ വെക്കാൻ സമ്മതിക്കുന്നത്. പലർക്കും ഇഷ്ടമല്ല. അതെ. ഈ പൂർണ്ണമായിട്ട് മുടി പോയ ഒരുപാട് പേരുണ്ട് അതല്ലേ? പൂർണ്ണമായിട്ട് മുടി ഇവർക്കെല്ലാം നമ്മൾ മുടി കിളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഒരു 3 മാസം 4 മാസത്തെ റിസൾട്ടാണ് ഇത്. ബിഫോർ ആഫ്റ്റർ ഇതുണ്ടോ? ഇത് റൗണ്ടായിട്ട് പോകുന്ന പ്രശ്നങ്ങൾ അതുപോലെ റൗണ്ടായിട്ട് പോയി മുടി വന്നു. ഇവിടെ നെറ്റി ഇത് മുഴുവനായിട്ട് പോയതാണ്. മുടി വന്നു. ഇവിടെ മുടി പോയി മുടി വന്നു. അതുപോലെ ഇവിടെ ഇത് കഷണ്ടി പോലെ ആയത്. കഷണ്ടി ആയത് തന്നെയാണിത്. ഇത് മുടി വന്നു.
അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ നിങ്ങൾക്ക്? ഇതുണ്ടോ ഇത് ഇവിടെ നല്ല മുട്ടയാണ്, ഒരു ലേഡിയാണ്. ഇവർക്ക് ഇപ്പൊ നല്ല ബിജുമോളുടെ നല്ല മുടി വന്നു. അങ്ങനെ കുറെ ഒരുപാട് സാരംഗും അച്ഛനും സാരംഗിനെ അച്ഛനെ ഇവിടെ വെച്ച് കണ്ടാണ് മോന് ഒത്തിരി നാളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസം. രണ്ടാമത്തെ തൊട്ടോ വരുന്നത്? രണ്ടാമത്തെ തൊട്ടോ. ആദ്യമത്തെ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആദ്യം ഏറെ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കുറേ മാറ്റമുണ്ടല്ലേ? വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു വർഷം കൊണ്ടൊക്കെ ശരിയാവുന്നുള്ള രീതിയിലാണ്. അതെ, അപ്പോൾ അടുത്ത വട്ടം വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമത് മെനക്കെട്ട് വരുന്നത്. കോഴിക്കോടല്ലേ? കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ അടുത്ത വട്ടം എന്തായാലും നിറയെ മുടിയായിട്ട് സാരംഗ നമുക്ക് കാണണ്ടേ? നിറയെ മുടിയായിട്ട് അടുത്ത വട്ടം വരുമ്പോൾ ഞങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെയാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. അത് ഞാൻ വന്നപ്പോൾ മൊത്തം ആളായിരുന്നുണ്ടോ, ഈ വണ്ടികളെല്ലാം അതിന് ഉദാഹരണമാണ് അല്ലേ ഡോക്ടറെ? അപ്പോൾ ഇവിടെ ഏതൊക്കെ ട്രീറ്റ്മെന്റ് നമ്മുടെ കയ്യിലുള്ളത്? കഷണ്ടി, മുടികൊഴിച്ചിൽ, താരൻ, അകാലനര, അതുപോലെ തന്നെ മുടി വട്ടത്തിൽ കൊഴിയുന്ന അലോപേഷ്യ ഏരിയേറ്റ, അലോപേഷ്യ ടോട്ടാലിസ്, അതുപോലെ തന്നെ അലോപേഷ്യ യൂണിവേഴ്സാലിസ്, പിന്നെ മുടികൊഴിച്ചിൽ പല അസുഖങ്ങൾ കൊണ്ട്, പ്രസവത്തിന് ശേഷമുള്ള മുടികൊഴിച്ചിലുകൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല അസുഖങ്ങൾ കൊണ്ടുള്ള മുടികൊഴിച്ചിൽ, സ്ട്രെസ്സ് കാര്യങ്ങൾ, ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള പല കാരണങ്ങൾ. അതായത് മുടികൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളാണ്. ഇതിനൊക്കെ എല്ലാത്തിനും മുടികൊഴിച്ചിൽ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പം മറക്കാതെ ഉറപ്പായിട്ട് ഇതിന്റെ അടിയിൽ കോൺടാക്ട് നമ്പർ കൊടുത്തൂടെ? നമ്പർ കൊടുക്കുക, നമ്പറിൽ വിളിച്ചാൽ മതി. ഉറപ്പായിട്ട് ഇവിടെ വന്നാലും നമ്മൾ നേരിട്ട് വരികയും ചെയ്യാം, നേരിട്ട് വന്ന് കാണിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കി വാങ്ങിക്കുകയും ചെയ്യാം. അല്ലാത്തവർക്ക് വീഡിയോ കോൺഫറൻസിലൂടെ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്കത് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കും. ഇപ്പൊ ഈ തൈലം ഉണ്ടല്ലോ ഇവിടുത്തെ ഓയില്, ഓയിലിന് വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ഓയിലിന് മാർക്കറ്റ് ഉണ്ട്. ഈ ഓയിൽ നമുക്ക് പുറത്തോട്ട് ഇപ്പൊ ഞാൻ ആവശ്യപ്പെടും, എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അയച്ചു കൊടുക്കാൻ പറ്റും. ലോകത്തിന്റെ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഇവിടുത്തെ മെഡിസിൻ, ഇവിടുത്തെ തൈലം, ഇവിടുത്തെ ഓയിൽ നിങ്ങൾക്ക് അയച്ചു തരും. ഈ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി.